Hello guys, my name is Sajil Latif and welcome back to my YouTube channel Sajil's Tech Center. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ആഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ആഡ് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോ ആഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല പല പ്രോഡക്ട്സിൻ്റെ ഇപ്പോൾ ഓരോരുത്തർ ഓരോ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആഡ് അവർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് പെയ്ഡ് പ്രൊമോഷൻ ത്രൂ അവർ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം നടത്തും. അതിലൂടെ വളരെയധികം സെയിൽസ് അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യും, അതും പ്രീമെയ്ഡ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട്. നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ജോബ് പോലെ ക്ലയൻറ്റ് തരുന്ന ഇമേജോ ടെക്സ്റ്റോ ജസ്റ്റ് ഞാൻ തരുന്ന ടെംപ്ലേറ്റ്സിൽ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു $10 to $20 പെർ ജോബിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റ് സാധാരണ ഞാൻ ഇതിനു മുമ്പെല്ലാം ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുള്ള 5skid, ട്രൂലാൻസർ, ഫൈവർ, അപ്വർക്ക് പോലുള്ള ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകൾ മുഖേന നമുക്കിത് വിൽക്കാൻ സാധിക്കും. വളരെയധികം സെയിൽസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് ഈ ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു 3-4 ടെംപ്ലേറ്റ്സ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്രീമെയ്ഡ് ടെംപ്ലേറ്റ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഡ്രോപ്പ് ബോക്സ് ലിങ്ക് മുഖേന അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. സോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതായത് ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അത് മുഖേന നമുക്ക് ഫ്രീലാൻസിങ് ജോബ് വെബ്സൈറ്റുകളിൽ എങ്ങനെ ഇത് സെല്ല് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ ബേസ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ കൂടി ഉണ്ടാകും. കാരണം ഇതിലിപ്പോൾ ഞാൻ എഡിറ്റിംഗ് അല്ലെങ്കിൽ ആ ടെംപ്ലേറ്റ്സ് കുറച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ മാത്രമാണിത്. ഇനി ഈ ഒരു സർവീസ് നമുക്ക് എങ്ങനെ ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു വീഡിയോ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ എല്ലാം ഞാൻ ഒരു ഡൗൺലോഡബിൾ ഫോമിൽ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഇൻസ്റ്റാഗ്രാം ആഡ് ടെംപ്ലേറ്റ്സ് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണിത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ആഡുകളെ കുറിച്ചാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോൺ ആനിമേറ്റഡ് ആഡുകളെ കുറിച്ചാണ്. ഇത് 2 ടൈപ്പ് ആഡ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ആനിമേറ്റഡ് ആൻഡ് നോൺ ആനിമേറ്റഡ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോൺ ആനിമേറ്റഡ് ആണ്, അതിൻ്റെ ടെംപ്ലേറ്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ ആനിമേറ്റഡ് ഇൻസ്റ്റാഗ്രാം ആഡുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഫൈവറിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സെല്ലേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇതിൽ സെയിൽ ചെയ്യുന്ന ഒരു സർവീസ് കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സെല്ലറിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 836 റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഓർഡർ ക്യൂ ആണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഒന്നില്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ടെംപ്ലേറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഗ്രാഫിക് ഡിസൈനിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കും ഈ സെല്ലർ. അപ്പോൾ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിങ്ങൾ നല്ല ടാലൻ്റ് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സർവീസ് കൂടി ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മറ്റൊരു സെല്ലറിനെ കൂടി നമുക്ക് എടുത്തു നോക്കാം. ഇദ്ദേഹത്തിന് ഓൾറെഡി 680 റിവ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതും $5 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ, സ്പെസിഫിക്കേഷനെല്ലാം. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്, ഇങ്ങനെ ഒരു സർവീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. സോ ഇതിന് വേണ്ടിയിട്ട് ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഫോട്ടോഷോപ്പാണ്. കാരണം ഞാൻ തരുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം PSD ഫോർമാറ്റിലായിരിക്കും, അതായത് ഫോട്ടോഷോപ്പ് എഡിറ്റബിൾ ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ വളരെയധികം സെയിൽസ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സർവീസ് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നോൺ ആനിമേറ്റഡ് ആഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സെല്ലേഴ്സിൻ്റെ അക്കൗണ്ടാണ്. നിങ്ങളപ്പോൾ ഇവരുടെ സാമ്പിൾസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് സെക്ഷനിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം ആഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് സെല്ലേഴ്സിൻ്റെ അക്കൗണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യമായി നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 3-4 ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹൈ ക്വാളിറ്റി സൈസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ ഏകദേശം ഒരു 4-5 ടെംപ്ലേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഇടുന്നുണ്ട്, ഡ്രോപ്പ് ബോക്സ് ലിങ്ക് ഇടുന്നുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം.
ഇതിൻ്റെ കൂടുതൽ ടെംപ്ലേറ്റ്സ് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് ഇപ്പോൾ ചെയ്ത് പരിചയമുള്ള ആളുകൾ അവർക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതല്ല ഇപ്പോൾ പുതിയതായിട്ട് ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു സെക്ഷനിലാണ് ഇതിൻ്റെ എഡിറ്റബിൾ സെക്ഷനായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഫോൾഡർ കാണാം. ഈ ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും എല്ലാ എലമെൻസും കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ BG എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ CNT എന്ന് പറയുന്നത് ഇത് ടെക്സ്റ്റ് എഡിറ്റബിൾ സെക്ഷൻ ആയിരിക്കും. ഇതൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട. നിങ്ങളാകെ ചേഞ്ച് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഈ ടെക്സ്റ്റും അതുപോലെ തന്നെ ക്ലയൻറ്റ് തരുന്ന എന്തെങ്കിലും ഇമേജോ അല്ലെങ്കിൽ ഇപ്പോൾ ഓഫർ, ഇപ്പോൾ 50% ഓഫ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു എക്സ്പ്ലോർ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്പ്ലോർ ദ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. അതിൽ വന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ T എടുക്കുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ്, എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഇമേജോ അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസ് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇമേജ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. ഇമേജ് ഫയലിൽ ഓപ്പൺ. ഞാൻ ഇപ്പോൾ 2-3 ഇമേജസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഇമേജ് എടുക്കുക. നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഇവിടെ 25% ആണ്. അതായത് വലിയ സൈസുള്ളൊരു ഇമേജാണിത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം. അതിന് വേണ്ടിയിട്ട് ഇമേജ് സൈസ് എടുക്കുക. ഇവിടെ നമുക്കൊരു 600 കൊടുക്കാം വിഡ്ത്ത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആ ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ആയിരിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ടൂൾ എടുക്കുക നിങ്ങൾ, മൂവ് ടൂൾ. ഇതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഇമേജ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ അത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഇമേജ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെയാണ് ഇരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് താഴത്തേക്ക് ഇടുക. ഈ എലമെൻസിൻ്റെ ബാക്കിൽ വരണം ഈ ഇമേജ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ആ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങളുടേതായ ഇഷ്ടത്തിൽ റീസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇതിലൊന്നും ക്ലയൻറ്റിന് യാതൊരു ഒബ്ജക്ഷൻസും ഉണ്ടാവില്ല. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അവർ റിവിഷൻ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ റിവിഷൻസ് ചെയ്തു കൊടുത്താൽ മതി. ഇതുപോലുള്ള സർവീസിനൊന്നും അധികം റിവിഷൻ വരാൻ സാധ്യതയില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ഇമേജ് കുറച്ചുകൂടി ഒന്ന് വലുതാക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ഫ്രീ ട്രാൻസ്ഫോം കൊടുക്കാം, അല്ലെങ്കിൽ Ctrl+T പ്രസ് ചെയ്യാം. ദെൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഈ ആരോ പിടിച്ച് ഡ്രാഗ് ചെയ്യാം. ദെൻ എൻ്റർ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഈ എലമെൻറ്റ്സ് എല്ലാം ഒറ്റ ഫോൾഡറിലായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ മൊത്തമായിട്ടുള്ള എലമെൻറ്റ് ജസ്റ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൾഡർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്കത് ഡ്രാഗ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്ലയൻറ്റ് തരുന്ന എന്തെങ്കിലും ഇമേജോ ടെക്സ്റ്റോ എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഈ ടെംപ്ലേറ്റിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ടെംപ്ലേറ്റ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ടെംപ്ലേറ്റ്സിൻ്റെയും സൈസ് എല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ജസ്റ്റ് ക്ലയൻറ്റ് തരുന്ന ഡീറ്റെയിൽസിൽ എൻ്റർ ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഈ ഇമേജ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഫോൾഡറിലാണ് ഇതിൻ്റെ എല്ലാ എലമെൻസും ഉള്ളത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മറ്റൊരു ലെയറിലായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, നമ്മൾ ഈ ആരോയിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ലെയേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ ഇവിടെ Tയുടെ താഴെ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ പോലെ കാണുന്നു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഈ നിങ്ങളുടെ സിസ്റ്റത്തിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു ഫോണ്ട് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇങ്ങനെ Tയുടെ താഴെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ഒരു ഫോണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളിത് പ്രസ് ചെയ്യുക, എന്നിട്ട് T എടുക്കുക. T എടുത്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീക്ക് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഓപ്പൺ സാൻസ് എക്സ്ട്രാ ബോൾഡ് ഇറ്റാലിക്, ഈ ഒരു ഫോണ്ടാണ് നിങ്ങളുടെ ഈ സിസ്റ്റത്തിൽ മിസ്സായിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ആ ഫോണ്ടിൻ്റെ നെയിം വരുന്നത്. ആ സെയിം നെയിം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിലുള്ളതെല്ലാം ഫ്രീ ഫോണ്ട്സ് ആയിരിക്കും. ഫസ്റ്റ് വരുന്ന ഫോണ്ട് സ്ക്വിറലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രീ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റിൽ നിന്ന് ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇവിടെ ഡൗൺലോഡ് TTF എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ ഡൗൺലോഡായി വരുന്നത്. ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതെല്ലാ ടെംപ്ലേറ്റിലും ഉണ്ടാവില്ല, മിക്ക ഫോണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും.
ഇല്ലാത്തത് മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഫോണ്ടാണ് ഓപ്പൺ സാൻസ് എക്സ്ട്രാ ബോൾഡ് ഇറ്റാലിക്. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും, അത് ഇൻസ്റ്റാൾ ആയിരിക്കുന്നു. ഓക്കെ, നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നിങ്ങളിത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. നമ്മൾ ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫോണ്ട് നെയിം ഈ ഒരു സെക്ഷനിൽ അടിച്ചു കൊടുക്കുക, ഓപ്പൺ സാൻസ് എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഫോണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഫോണ്ട് വരുന്നത് ഫാഷൻ്റെ ഫോണ്ട്. അത് നിങ്ങളിതുപോലെ സെലക്ട് ചെയ്ത് നോക്കുക. ആ ഫാഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്ലേ ഫെയർ ഡിസ്പ്ലേ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ടാണ്. ഇതും നിങ്ങൾ നേരത്തെ കാണിച്ച പോലെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഓഫറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിലായിരിക്കും നിങ്ങൾക്ക് ക്ലയൻറ്റ് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യാൻ തരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഓഫർ പാക്കിൽ വരുന്ന ഒരു ടെംപ്ലേറ്റാണിത്, ഫാഷൻ വീക്ക് എന്ന് പറയുന്നത്. ഇതിലും നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇപ്പോൾ എന്തെങ്കിലും ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇതുപോലൊരു ഇമേജ് എടുക്കുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇടുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ചെറിയൊരു ഇമേജാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വലുതാക്കണം. അതിന് വേണ്ടിയിട്ട് Ctrl+T പ്രസ് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഏകദേശം ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു ഫോണ്ടിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, മറ്റൊരു കളർ കൊടുക്കാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജും ഇതും ഏകദേശം സെയിം കളറായിരുന്നു, നമുക്ക് മറ്റൊരു കളർ ഇതിൽ കൊടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഇത് പല പല ഡിസൈൻസ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കിത് ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സർവീസാണ്. ഇതുപോലത്തെ ഇമേജസൊക്കെ നിങ്ങൾക്കിപ്പോൾ ഷട്ടർ സ്റ്റോക്കോ അല്ലെങ്കിൽ മറ്റുള്ള പിക്സാബേ പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ചില ഫ്രീ ആയിട്ട് ചില ഇമേജസ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന ഇമേജസ് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലയൻറ്റ് തരുന്ന ഇമേജസ് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഈ ഒരു ടെംപ്ലേറ്റ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഫോണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം ഈ ഫോണ്ടിൻ്റെ സിസ്റ്റത്തിലില്ല. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡൗൺലോഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു ഇമേജ് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിൽ. എന്നിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ ലെയറിൻ്റെ താഴെയാണ് ഇത് കിടക്കുന്നത്. ഷേപ്പ് ലെയേഴ്സ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം നിങ്ങളിവിടെ ഹൈഡും അൺഹൈഡും ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതൊന്ന് ഹൈഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ വരുന്ന നല്ല പ്രോ ലുക്കുള്ള ഇൻസ്റ്റാഗ്രാം ആഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ടഫുള്ള സർവീസൊന്നുമില്ല. ഫോട്ടോഷോപ്പ് അത്യാവശ്യം അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ ബേസിക് അറിയുന്നവർക്ക് വരെയും ഇത് ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനി നെക്സ്റ്റ് എപ്പിസോഡ്സിൽ ഞാൻ ഇതിൻ്റെ ആനിമേറ്റഡ് വേർഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതും പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വെച്ചിട്ട് ടെംപ്ലേറ്റ് വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഇതുപോലെ തന്നെ സെയിം കോപ്പി പേസ്റ്റ് പോലത്തെ ജോബ്സ് തന്നെ ആയിരിക്കും അതിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ കൂടി ഉണ്ടാവും. നമുക്ക് ഈ സർവീസുകൾ എങ്ങനെ ഫൈവറിലോ അല്ലെങ്കിൽ ഫൈവ്സ്ക്വിഡിലൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നതാണ്. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സുമായി ഞാൻ വരുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. സോ താങ്ക് യു സോ മച്ച്.